ഈ ഒരു വ്യക്തിക്ക് തിരിച്ച് ജീവനിലേക്ക് വിളിക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു അവകാശവും ആവശ്യമായിരിക്കുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ താൻ മനുഷ്യനെ ജീവനിലേക്ക് തിരിച്ച് കൊണ്ടുവരുമ്പോൾ അവരൊരിക്കലും ആ ഒരു പൂർണ്ണതയിലേക്കല്ല ഉയർത്തി നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തിരിച്ച് ജീവനിലേക്ക് വിളിക്കാനുള്ള ശക്തിയും അവകാശവും എന്നത് മാത്രമല്ല ഈ ഒരു വ്യക്തിയിൽ ആവശ്യമായിരിക്കുന്നത്, ഈ ഒരു പുരോഹിതന് ആവശ്യമായിരിക്കുന്നത്. പക്ഷെ ഈ തിരിച്ച് ദൈവവുമായിട്ടുള്ള ഒരു അറ്റോൺമെന്റിൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ ഒരു നിരപ്പിൽ വരുത്തുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുവാനും നയിക്കുവാനും അതുപോലെ തന്നെ ശിക്ഷണത്തിൽ കൂടെ വളർത്തിയെടുക്കുവാനും ഉള്ള ആ ഒരു എബിലിറ്റി, കപ്പാസിറ്റി വേണം എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യം. അപ്പം ഇതിൻ്റെയൊക്കെയും ഉദ്ദേശം ആ ഒരു പ്രവൃത്തിയാൽ മനുഷ്യരാശിയെ തിരിച്ച് പൂർണ്ണതയിലേക്ക്, ജീവനിലേക്ക് മാത്രമല്ല തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഈ വിധത്തിൽ നീതിയിൽ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പം ഇതാണ് നമുക്ക് ആദ്യമേ ജനറലായിട്ട് ചിലത് ചിന്തിക്കാനുള്ളത്. ഇനി ഇന്നത്തെ പാഠത്തിന്റെ മെയിൻ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മെയിനായിട്ട് ചിന്തിക്കാനുള്ളത് ഈ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ, അല്ലെങ്കിൽ പുരോഹിതൻ എന്ന നിലയിൽ താൻ ആ ഒരു പുരോഹിതന്റെ വേല യഥാർത്ഥമായിട്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിഷയമായി എടുക്കുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാനായാണ് ഈ കാണുന്ന സ്ലൈഡും ഇനി അടുത്ത സ്ലൈഡുകളൊക്കെയും നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അപ്പം ഈ മെറ്റീരിയൽസ് ആണ് വായിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും അറിയിച്ചത്. അപ്പം ഓരോരുത്തരും വായിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമേ തന്നെ ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ, മീഡിയേറ്റർ എന്ന വാക്കിന്റെ എക്സ്പ്ലനേഷൻ എടുത്തിരിക്കുന്നത് ഹേസ്റ്റിങ്സിന്റെ ബൈബിൾ ഡിക്ഷണറിയിൽ നിന്നാണ്. പല ഡിക്ഷണറികളുണ്ട് ബൈബിളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാനായി ഉപയോഗിക്കാൻ നമ്മുടെ ഉപയോഗത്തിനായി പല ബൈബിൾ ഡിക്ഷണറികളുണ്ട്. അതിൽ പലതിലും ഇതേ ആശയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്ന് നമുക്ക് നമ്മുടെ പഠനത്തിനായി ചൂസ് ചെയ്തേ ഉള്ളൂ. അപ്പം ഇതായിരുന്നു ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആശയങ്ങൾ പറഞ്ഞത്. അപ്പം അതാണ് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പം ഇവിടെ വിഷയമായിരിക്കുന്നത് മീഡിയേറ്റർ എന്നുള്ള ആ ഒരു വാക്കാണ്. അപ്പൊ ആ വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ ആദ്യമേ എഴുതിയിരിക്കുന്നത് the word mediator occurs in the New Testament once of Moses as the mediator of the law. അപ്പം ആദ്യമേ പറയുന്നത് മീഡിയേറ്റർ എന്നുള്ള ഈ വാക്ക് അത് ന്യൂ ടെസ്റ്റമെന്റിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ആദ്യമേ ഉപയോഗിക്കുന്നത് മോശയെ സംബന്ധിച്ച് ഗലാത്യർ 3-ാം അധ്യായത്തിൽ എഴുതുന്ന ആ വാക്യത്തിലാണ് മീഡിയേറ്റർ എന്നുള്ള ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു ഇതിനു ശേഷം സംഭവിക്കുന്ന ആ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് അനുബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതുമ്പോഴാണ്. അത് പല വാക്യങ്ങളുണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച് മീഡിയേറ്റർ എന്ന നിലയിൽ എഴുതുന്നത്. അതിൽ ഒക്കെ നമുക്ക് ഓരോന്നും വായിക്കാം. 1 തിമോത്തി 2:5, എബ്രായർ എന്നത് പല വാക്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യമേ നമുക്ക് ഗലാത്യർ 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ.
ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. അപ്പം ഈ വാക്യത്തിൽ നമുക്ക് അനേകം മനസ്സിലാക്കാനായി കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇത് ആരെ സംബന്ധിച്ചാണ് ഇവിടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാക്യത്തിൽ എന്തിനെ സംബന്ധിച്ചാണ് എഴുതുന്നത്? ഇവിടെ മോശ മധ്യസ്ഥനായിരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ഇവിടെ എഴുതുന്നത്. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർക്കാൻ. അല്ല, ഇവിടെ നമ്മള് ആ വാക്യം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ വായിക്കാനായിട്ട് ഏൽപ്പിച്ച ആ മെറ്റീരിയൽസ് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മോശ മീഡിയേറ്റർ ആയിരുന്നത് ന്യായപ്രമാണത്തിനാണ്. എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും, എന്ന് പറഞ്ഞാൽ ദൈവവും ഭൗമിക ഇസ്രായേലും അവർക്ക് ഇടയിൽ ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ഒരു ന്യായപ്രമാണത്തിന്റെ ടേംസ് അത് നെഗോഷിയേറ്റ് ചെയ്ത് അതിന് ടേംസ് ഉണ്ടാക്കാനായിട്ടാണ് ഇവിടെ മോശ മീഡിയേറ്റർ ആയിരുന്നത്. അപ്പം ന്യായപ്രമാണത്തിനായിരുന്നു ഇവിടെ മോശ മധ്യസ്ഥനായിരുന്നത്. വാക്യം ഒന്നുകൂടെ വായിച്ചു. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. ഓക്കെ, അപ്പം ഈ ഒരു പറഞ്ഞ ആശയത്തിൽ എന്തെങ്കിലും വ്യത്യാസമാർക്കെങ്കിലും ഉണ്ടോ? അതോ അങ്ങനെയാണോ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്? ഇവിടെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ മോശയെയാണ് ഇവിടെ മധ്യസ്ഥൻ എന്ന് നമ്മൾ മോശയാണ് മധ്യസ്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവിടെ ന്യായപ്രമാണത്തിന് മധ്യസ്ഥനായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് എഴുതുന്നത്. എന്നു വെച്ചാൽ അവിടെ പറയുന്നത് ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥനെ എന്ത് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്? മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് എന്താണ് ഏൽപ്പിച്ചത്? കയ്യില് ന്യായപ്രമാണം. ന്യായപ്രമാണമാണ് മധ്യസ്ഥനെ ഏൽപ്പിച്ചത്. അത് ആ വാക്യത്തിൽ തുടക്കുമ്പോ 19-ാം വാക്യത്തിൽ അങ്ങനെയല്ലേ പറയുന്നത്? അതെ. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? എന്നാൽ ന്യായപ്രമാണം എന്തിനെ? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തു. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് 15-ാം വാക്യം മുതൽ താഴോട്ട് ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ എഴുതുന്നത്. അപ്പം അങ്ങനെ ന്യായപ്രമാണത്തെ കുറിച്ച് എഴുതി വരുമ്പോഴാണ് 19-ാം വാക്യത്തിൽ ചോദിക്കുന്നത്, ഇപ്പൊ വായിച്ചതുപോലെ ന്യായപ്രമാണം എന്തിന് എന്ന ചോദ്യം ചോദിച്ചിട്ടാണ് അപ്പോസ്തലൻ എഴുതുന്നത്. ന്യായപ്രമാണം അത് എങ്ങനെയാണ് മനുഷ്യർക്ക് ലഭിച്ചത്? അത് മോശയുടെ മധ്യസ്ഥ പ്രകാരം ദൂതന്മാരാണ് ഇത് ഏൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ മോശയ്ക്ക് ഏൽപ്പിച്ചാണ് മനുഷ്യർക്ക് ഇത് ലഭിച്ചത്. അപ്പം മോശയുടെ മധ്യസ്ഥതയായിരുന്നു ഇവിടെ ന്യായപ്രമാണം മനുഷ്യർക്ക് ലഭിക്കാനായിട്ട് കാരണമായി തീർന്നത്. അപ്പം ആ ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പം 1 തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യം അവിടെ യേശുവിനെ സംബന്ധിച്ചാണ് എഴുതുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം.
അല്ല, അവൻ പറഞ്ഞ വാക്കിൽ ഉം. ഒരുവൻ ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് എല്ലാവർക്കും മറുവിലയായി കൊടുത്ത മനുഷ്യനും ക്രിസ്തു യേശു. അപ്പം ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു കാര്യം മറ്റേ വാക്യത്തിൽ നിന്ന് സൂചിപ്പിക്കാൻ വിട്ടുപോയി. അപ്പം അവിടെ 20-ാം വാക്യത്തിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഉടനെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അവിടെ പറയുന്ന 20-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, ഒരുവനെ ഉള്ളപ്പോൾ എന്ത് ആവശ്യമില്ലെന്നാണ് പറയുന്നത്. മധ്യസ്ഥന്റെ ആവശ്യമില്ല. മധ്യസ്ഥന്റെ ആവശ്യമില്ല. അപ്പം ദൈവമോ എങ്ങനെയുള്ളവനാണെന്ന് പറയുന്നത്? ദൈവം ഒരുവനല്ലോ. ദൈവം ഒരുവനല്ലോ. അപ്പം ദൈവം ഒരുവനായി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ആശയത്തിൽ അടങ്ങുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം ഏകൻ എന്നുള്ള ആ ആശയമല്ല. പക്ഷെ മറിച്ച് ഇവിടെ പറയുന്ന കാര്യം, സാധാരണ മധ്യസ്ഥനായി ഒരാൾ ഇരിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളുണ്ട്, ഓരോ സൈഡിലും, ഓരോ പക്ഷത്തായിട്ടും. പക്ഷെ ഒരു മധ്യസ്ഥന്റെ ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ആണ് ഇവിടെ ഒരു പ്രോമിസും ഒരു കവനന്റും തമ്മിലുള്ള വ്യത്യാസം. ദൈവം ഒരു പ്രോമിസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കായിട്ട് ഒരു പ്രോമിസ് നൽകിയ ഒരു കാര്യത്തിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഒരു കവനന്റ് എന്ന് പറയുമ്പോൾ അതിലടങ്ങുന്ന ആശയവും ഒരു പ്രോമിസ് എന്ന് പറയുമ്പോൾ അതിലടങ്ങുന്ന ആശയവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ പ്രോമിസുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യർക്ക് നൽകിയ പ്രോമിസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റെയിൻബോ ആണ്, അല്ലെ? റെയിൻബോ മനുഷ്യർക്ക് നൽകിയ ഒരു പ്രോമിസ് ആണ്, അല്ലെ? അടയാളം. അത് പ്രോമിസ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകലഗോത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് പ്രോമിസ് അല്ലേ? അത് മറ്റൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഈ റെയിൻബോ എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു പ്രോമിസ് തന്നെയാണ്. ഒരു കവനന്റിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൽ എപ്പോഴും 2 പാർട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് എന്ന നിലയിലാണ് ഒരു കവനന്റ്. റൈറ്റ്? അപ്പം അത് നമ്മൾ ഒരു ലോൺ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. ഈ കാര്യങ്ങൾ കവനന്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഒരു കവനന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിൽ ബാങ്ക് നമ്മുടെ പേരിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ ബാങ്കിനോട് ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ആ കോൺട്രാക്റ്റിൽ അടങ്ങുന്നു. അപ്പം അങ്ങനെ 2 വ്യക്തികൾ പരസ്പരം ചേരുന്ന ഒരു കവനന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ആണ് ആ തരത്തിലുള്ളത്. പക്ഷെ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് അത് എപ്പോഴും 1 സൈഡഡ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ റെയിൻബോ നമുക്ക് ഒരു അടയാളമായി തന്നത് എന്തിന്റെ പ്രോമിസ് ആയിട്ടാണ്? ദൈവം ഇനി മനുഷ്യരെ ഒരു കാലത്തും അങ്ങനെ ആ ഒരു വിധത്തിൽ നശിപ്പിച്ചതുപോലെ വെള്ളത്താൽ ഇനി ആരെയും അങ്ങനെ നശിപ്പിക്കുകയില്ല എന്നതിനൊരു പ്രോമിസ് ആയിട്ടാണ്, അതിനൊരു അടയാളമായിട്ടാണ് റെയിൻബോ തന്നത്, അല്ലെ? റെയിൻബോ ഒരു കവണന്റും കൂടെയാണ്. ഏത് വിധത്തിൽ? റെയിൻബോ കവണന്റ്. അത് ഒരാളെ ഒന്ന് ചെയ്യുമ്പോ മറ്റൊരാള് ചെയ്യുന്നുള്ളതാ കവനന്റ് എന്ന് പറയുന്നത്. ദൈവവും ഭൂമിയും തമ്മിലുള്ള ഒരു ഉടമ്പടി ഇതിനകത്ത് വരുന്നുണ്ട്. ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് നിക്കട്ടെ, ഇതിനെ കുറിച്ച് പറയാം. ഓക്കെ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ ഒരാള് പ്രോമിസ് ചെയ്യുമ്പോൾ, ഒരു കാര്യം പ്രോമിസ് ചെയ്യുമ്പോൾ അത് സാധാരണ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു 1 സൈഡഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാള്
ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കവനന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെപ്പോഴും ടു സൈഡ്സ് ഉണ്ട്. അവര് തമ്മിൽ പരസ്പരം ചെയ്യാമെന്ന് ഏർപ്പെടുന്ന ഒരു കോൺട്രാക്ട് ആണ് കവനന്റ്. അപ്പം ഇവിടെ ദൈവത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ താൻ അബ്രഹാമിനോട് താൻ ഈ വിധത്തിൽ ഒരു പ്രാമിസുകളിലേക്ക് കടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് പറഞ്ഞ എന്താണ്? സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം അവിടെ എങ്ങനെയാണ് ഈ ഒരു കവനന്റ് അവിടെ അബ്രഹാമിനോട് ചെയ്തത്. നമുക്കതൊരു കവനന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ മീഡിയേറ്റർ ആയിരുന്നത് ദൈവം തന്നെയാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. നമുക്ക് ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു വാക്യത്തിലേക്ക് വരാം. അപ്പം 1 തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിച്ചത് എന്തായിരുന്നു? നിങ്ങളുടെ വായിച്ച് അപ്പൊ അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തം അതും കവണന്റ് അല്ലേ? അത് കവനന്റ് തന്നെയാണ്. അപ്പം ഇപ്പൊ ഇതിനെ കുറിച്ച് ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തില് ന്യായപ്രമാണ ഉടമ്പടിയെ സംബന്ധിച്ച് പറയുന്നു. അത് പിന്നീട് വരുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഒന്ന് തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പം ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചാണ് ഇവിടെ ഒരു മധ്യസ്ഥനായിട്ട് എഴുതുന്നത് എന്നത് നമുക്കിവിടെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. മലയാളത്തിൽ ഈ വാക്യങ്ങള് ചിലപ്പോൾ മേളിലോട്ടോ താഴോട്ടോ ആയിരിക്കും ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. പക്ഷെ ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മീഡിയേറ്റർഷിപ്പിനെ സംബന്ധിച്ചാണ് ഇവിടെ എഴുതുന്നത്. ഇനിയും എബ്രായർ 8-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. എബ്രായർ 9-ാം അധ്യായം 15-ാം വാക്യം. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വെളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. ബാക്കിയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ വായിക്കുന്നില്ല, പക്ഷെ നോട്ട് ചെയ്യുക. അപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ച് താൻ മീഡിയേറ്റർ ആയിട്ട് വിവിധ വാക്യങ്ങളിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു. അപ്പം ഈ വിധത്തിൽ നമ്മൾ പുതിയ നിയമത്തിൽ മാത്രമാണ് ഈ ഒരു മീഡിയേറ്റർ എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീഡിയേറ്റർ അല്ലെങ്കിൽ മീഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അത് കവനൻസുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു മീഡിയേറ്ററിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിന്റെ വേല ഉള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചിന്തിച്ചു വരുന്നത്. അപ്പം ഈ കവനന്റുമായി ബന്ധപ്പെടുത്തി ആണ് മീഡിയേറ്ററിന്റെ വേല ഇരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു? നമ്മൾ ഗലാത്യർ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത് അവിടെ ദൈവം ഒരു മീഡിയേറ്റർ ആയിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഏത് കവനന്റിനാണ് മീഡിയേറ്റർ ആയിരുന്നത്?
ദൈവം ഇത് അബ്രാഹാമിയ covenant. അവിടെ ദൈവം പറഞ്ഞത് താൻ തന്നെ കൊണ്ട് തന്നെ ആണയിട്ടാണ് ആ ഒരു കവനന്റ് അവിടെ റാറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവമാണ് അവിടെ ആ മീഡിയേറ്ററിന്റെ റോള് വഹിക്കുന്നത്. എബ്രായർ 6-ാം അധ്യായം 13 മുതൽ 18 വരെ വായിച്ചേ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അപ്പം ഈ ഒരു അബ്രഹാമിക് കവനന്റിൽ പല പ്രോമിസുകളും അടങ്ങുന്നതായിരിക്കും സാധാരണ ഒരു കവനന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അബ്രഹാമുമായുള്ള ഈ ഒരു കവനന്റിൽ അത് ആബ്സലൂട്ട് ആയിരിക്കുന്ന ചില പ്രോമിസുകളാണ് ദൈവം അവിടെ കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കവനന്റ് ദൈവമാണ് അതിന് മീഡിയേറ്റർ ആയിരുന്നത്. ഈ കവനന്റ് അത് ഉളവായത് ദൈവത്തിൽ നിന്നാണ് ഈ കവനന്റ് ഉളവായത്. അത് അൺകണ്ടീഷണൽ ആയിരുന്നു ഈ കവനന്റ് എന്ന് പറഞ്ഞാൽ. യെസ്, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഈ കവനന്റ് അവന് കൊടുക്കുന്നത്. പക്ഷെ ഈ കവനന്റിന്റെ ഉള്ളിൽ അബ്രഹാമിൽ നിന്ന് ആവശ്യപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടേംസ് അങ്ങനെ ഇല്ലായിരുന്നു. അൺകണ്ടീഷണൽ ആയിരിക്കുന്ന ഒരു കവനന്റ് ആയിരുന്നു നമുക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം ഗാഡ് ഹിംസെൽഫ് വാസ് ദ മീഡിയേറ്റർ ഓഫ് ദിസ് കവനന്റ്. എന്തെന്ന് വെച്ചാൽ ദൈവത്തിൽ ഉയർന്ന ഒരു നാമമില്ലായിരുന്നു തനിക്ക് അവിടെ ഈ കവനന്റ് പ്രോമിസ് ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിലും ഉയർന്ന ഒരു നാമമില്ലായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നിൽ തന്നെയാണ്, തന്റെ നാമത്തിൽ തന്നെയാണ് ഇത് ഈ കവനന്റ് പ്രോമിസ് അത് മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇസ്രായേലുമായുള്ള ഈ കവനന്റ് ലോ കവനന്റ് എന്ന് പറയുന്നത് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ മോശയാണ് അതിന് മീഡിയേറ്റർ ആയിരുന്നത്. അപ്പം ആ മീഡിയേറ്റർ മോശയായിരിക്കുന്നത് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിനാലാണ് അവിടെ മോശ ഈ കവനന്റിന് മീഡിയേറ്റർ ആയിരുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ പുതിയ ഒരു പുതിയൊരു കവനന്റിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ എബ്രായറിലൊക്കെയും വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു അതിനൊരു മീഡിയേറ്റർ ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. ക്രിസ്തുവിന്റെ ബലിമരണത്താൽ താൻ തന്റെ രക്തത്താലാണ് ആ കവനന്റ് സീൽ ചെയ്തത് എന്ന ആ അർത്ഥത്തിൽ ക്രിസ്തുവായിരുന്നു അതിന് മീഡിയേറ്റർ ആയിരുന്നത്. അപ്പം ക്രിസ്തുവിന്റെ ആ ഒരു മരണത്താലാണ്, തന്റെ സാക്രിഫിഷ്യൽ ഡെത്തിനാലാണ് അവിടെ ഈ ഒരു കവനന്റ് റാറ്റിഫൈ ആകുന്നത്. അപ്പം ക്രിസ്തുവാണ് ആ ഒരു അർത്ഥത്തിൽ ഈ പുതിയ കവനന്റിന് ഈ പൊതുലോകം ഇനിയും വരാനിരിക്കുന്ന കാലത്തിൽ ഈ പുതിയ കവനന്റിന്റെ അടിയിൽ വരുന്നത് ഈ ക്രിസ്തു അതിന്
മീഡിയേറ്റർ ആയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമുക്ക് ഇവിടെ അടുത്ത ഭാഗത്ത് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ബ്രദർ റസൽ തന്നെ പറയുന്നു, നമ്മൾ പലപ്പോഴും ഈ ഒരു വാക്ക് ഏത് ആഡ്വക്കേറ്റ് എന്ന വാക്കും മീഡിയേറ്റർ എന്ന വാക്കും തമ്മിൽ നമ്മൾ അതിന്റെ പ്രോപ്പർ മീനിങ് കൊടുക്കാതെ, എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ഒന്നിന്റെ പകരമായിട്ട് ഈ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥം എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷേ ഈവൻ ബ്രദർ റസൽ തന്നെ വോളിയം 5 ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെ മീഡിയേറ്റർ ഓഫ് ദി അറ്റോൺമെന്റ് എന്ന് എഴുതിയത് അത് ശരിക്കും ആഡ്വക്കേറ്റ് എന്ന വാക്കായിരുന്നു അവിടെ വരേണ്ടത് എന്ന അർത്ഥമാണ്, എന്ന ആശയമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു മീഡിയേറ്ററിന്റെ വേലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ മീഡിയേറ്റർ ദൈവവും പാപത്തിലായിരിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒത്തുതീർപ്പ് വരുത്താനായിട്ടുള്ള ആ വേലയ്ക്കാണ് മീഡിയേറ്റർ ഇരിക്കുന്നത് എന്നുള്ള ആശയമാണ് ശരിക്കും നമ്മിലുള്ള തെറ്റായ ആശയം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കവനന്റ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ കവനന്റിന്റെ ആ ഒരു വേലയ്ക്ക്, അതിന് റാറ്റിഫിക്കേഷൻ എന്ന നിലയിൽ അതിന്റെ വേലയ്ക്കായിട്ടാണ് ശരിക്കും ഒരു മീഡിയേറ്ററിന്റെ ആവശ്യകതയുള്ളത്. എന്നത് വെച്ചാൽ നമുക്കറിയാം, ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പാപികളാണ്. നമുക്ക് പാപത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും ആർക്കും നിൽക്കുവാൻ സാധിക്കുകയില്ല. അപ്പം ഈ തരത്തിൽ ഒരു കവനന്റ് ദൈവവുമായിട്ട് വാദിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ടേംസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു മീഡിയേറ്ററിന്റെ ഒരു ഉപയോഗമില്ലാതെ സാധിക്കുന്നതല്ല എന്നുള്ളത് ഇതിനോട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആശയമാണ്. എന്നിട്ട് ഈ ഒരു കവനന്റ് ആണ് ശരിക്കും മനുഷ്യരോട് ഡീൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മനുഷ്യരെയും യോജിപ്പിക്കുന്നത് ഈ തരത്തിൽ കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഒരു ആഡ്വക്കേറ്റിന്റെ ജോലി വരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഗോസ്പൽ ഏജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തു നമുക്ക് ഒരു ആഡ്വക്കേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ആഡ്വക്കേറ്റിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ വേല എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഭൗമികമായി തന്നെ ചിന്തിക്കാം. ആദ്യമേ തന്നെ നമുക്ക് അമേരിക്കയിലാണെങ്കിലോ ഇന്ത്യയിലാണെങ്കിലോ ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റിന്റെ ലോകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ഓരോ ജനവും അനുസരിച്ച് ജീവിക്കേണ്ട സെറ്റ് ഓഫ് ലോസ് ഉണ്ട്. അപ്പം ഈ ഏതെങ്കിലും ഒരു ലോ അവിടെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് കോർട്ടിൽ പോകേണ്ടി വരുന്നത്. അപ്പം കോർട്ടിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം പറയാനാണ് ഒരു അഡ്വക്കേറ്റ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഗോസ്പൽ ഏജിൽ നമ്മൾ ദൈവവുമായിട്ട് ഒരു കവനന്റിൽ വരുമ്പോൾ, കവനന്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, സെറ്റ് ഓഫ് റൂൾസ് ആണ് അതിൽ അടങ്ങുന്നത്. ഒരു ആത്മീയൻ എന്ന നിലയിൽ നമ്മൾ ചില ലോസ്, ചില റൂൾസ് ഫോളോ ചെയ്യണം. അപ്പം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏതെങ്കിലും തെറ്റുകളോ തിന്മകളോ ചെയ്യുമ്പോൾ അവിടെ ആ ദൈവത്തിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ലിസ്റ്റ് ഓഫ് ലോസ്, അതിന് മുമ്പിലാണ് നമ്മൾ ശരിക്കും ആ ഒരു ആഡ്വക്കേറ്റുമായിട്ട് ചെല്ലേണ്ടത്, നമ്മുടെ പേർക്ക് പക്ഷപാതം പറയാനായിട്ട്. അപ്പം ഈ ഒരു അർത്ഥത്തിലാണ് അവിടെ ഒരു ലോ ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും
ഒരു അഡ്വക്കേറ്റിന്റെ ആവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ ഇവിടെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ? ക്രിസ്തു ഇപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ആണ്. സഹസ്രാബ്ദത്തിലെ ലോകത്തിന് മധ്യസ്ഥനാണ്. ക്രിസ്തുവിന്റെ വാഴ്ചയെ കുറിച്ച് പറയുന്നത് ഒരു മധ്യസ്ഥതാ വാഴ്ച എന്നാണല്ലോ പറയുന്നത്. അപ്പൊ പുതിയ നിയമം പ്രാവർത്തികമാകുന്നത് സഹസ്രാബ്ദത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മള് അടുത്തതായി ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഈ പുതിയ ഒരു കവനന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇസ്രായേലുമായിട്ടും അതുപോലെ തന്നെ ഇനിയും പൊതുലോകവും ആ പുതിയ ഒരു കവനന്റിന്റെ അടിയിലാണ് കീഴിലാണ് വരേണ്ടത്. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഈ ഒരു കവനന്റിന് മീഡിയേറ്റർ ആയിരുന്നത് ക്രിസ്തു ഓൾറെഡി അതിന് മീഡിയേറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ താൻ തന്റെ രക്തത്താലാണ് ഈ ഒരു കവനന്റിനെ താൻ സീൽ ചെയ്തത്. അപ്പം താൻ ഓൾറെഡി ആ കവനന്റ് മനുഷ്യരുടെ പേർക്ക് ദൈവവുമായിട്ട് അത് സീൽ ചെയ്തു. ഇനിയും നമുക്കറിയാം ക്രിസ്തു അവിടെ ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുലോകത്തിന് അഡ്വക്കേറ്റ് എന്ന നിലയിൽ അത് ക്രിസ്തു എന്ന തല മാത്രമല്ല, പക്ഷെ ശരീരമായിരിക്കുന്ന സഭയും ഒരുമിച്ച് ക്രിസ്തുവിനോടൊപ്പം അഡ്വക്കേറ്റുകളായിരിക്കും എന്നുള്ള കാര്യം ഇതിനോടുകൂടെ പറയണം. അപ്പം ഇവിടെ മീഡിയേറ്റർ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ഒരു പുതിയ കവനന്റിന് ആ മീഡിയേറ്റർ ക്രിസ്തു മാത്രമാണ്. പക്ഷെ അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ക്രിസ്തു തലയും ശരീരവും ചേരുന്ന ക്രിസ്തുവാണ് അവിടെ മനുഷ്യരാശിക്ക് അഡ്വക്കേറ്റുകൾ ആയിരിക്കുന്നത് എന്ന കാര്യമാണ്. അപ്പം നമ്മൾ ലോ കവനന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോ കവനന്റ് എന്തുദ്ദേശത്താലായിരുന്നു അവിടെ ദൈവം അവർക്ക് മനുഷ്യർക്ക് കൊടുത്തത്, ഇസ്രായേലിന് കൊടുത്തത്? അത് ദൈവവും ഭൗമിക ഇസ്രായേലുമായുള്ള ആ ഒരു ബന്ധം ആ ഒരു ലോ കവനന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ നിലനിന്നത്. ദൈവം അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ബന്ധം പുലർത്തിയത്. അപ്പം ഇതിന് മീഡിയേറ്റർ ആയിരുന്നത് മോശയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മോശ മീഡിയേറ്റർ ആയിരിക്കെ അവിടെ ആരായിരുന്നു ദൈവത്തിന്റെ ആ സന്നിധിയിൽ ചെന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി, ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തത്? അത് മോശയല്ലായിരുന്നു. തീർച്ചയായിട്ടും മോശ പുരോഹിതനായിരുന്ന ഒരു വ്യക്തിയല്ല. അപ്പം ഇവിടെ പുരോഹിതന്മാരായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ മഹാപുരോഹിതനാണ് അവിടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അവർ അഡ്വക്കേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ തെറ്റിക്കുമ്പോൾ ആരാണ് അവർക്ക് വേണ്ടി ദൈവത്തോട് അഡ്വക്കേറ്റ് ചെയ്തു എന്നതിനെ സംബന്ധിച്ചാണ്. അല്ലാതെ ഇസ്രായേൽ ജനം പിറുപിറുക്കുമ്പോൾ ആരാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല. അവിടെ മോശ തന്നെയാണ് അവർക്ക് വേണ്ടി അപേക്ഷിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ ആ ജനത്തിന് വേണ്ടി, ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആരാണ് ദൈവത്തോട് അഡ്വക്കേറ്റ് ചെയ്തത്? അത് തീർച്ചയായിട്ടും പുരോഹിതന്മാരായിരുന്നു. അപ്പം അവിടെ ഇസ്രായേൽ മക്കൾക്ക് അവിടെ സുഹൃത്തും അഡ്വക്കേറ്റുമായിരുന്നത് ഈ പുരോഹിതന്മാരായിരുന്നു എന്നുള്ളതാണ്.
ഇനി നമ്മൾ ആബ്രഹാമിക് കവനന്റിനെ കുറിച്ച് വരുമ്പം ചിന്തിക്കുമ്പം ഇപ്പോൾ സ്പിരിച്വൽ ഇസ്രായേലിന് ആത്മീയ ഇസ്രായേലിന് നമ്മളൊക്കെയും ആത്മീയ ഇസ്രായേലൊക്കെയും കീഴിൽ വരുന്നത് ഈ അബ്രഹാമിക് കവനന്റിന്റെ കീഴിലാണ്. അപ്പം ഈ കവനന്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് ദൈവവും ആത്മീയ ഇസ്രായേലും തമ്മിലുള്ള ആ യൂണിയൻ, ആ ഒരു ബന്ധം ഈ കവനന്റ് അബ്രഹാമിക് കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. അപ്പം ഈ കവനന്റിന് മീഡിയേറ്റർ ആയിരുന്നത് ആരാണ്? അത് ദൈവമാണ്. ദൈവമാണ് അബ്രഹാമിക് കവനന്റിന് മീഡിയേറ്റർ ആയിരുന്നത്. പക്ഷെ അതിന് ആഡ്വക്കേറ്റ് ആയിരിക്കുന്നത് ആരാണ്? നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ ആഡ്വക്കേറ്റ് ആയിരിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവാണ് അവിടെ നമ്മൾ ഭൗമീയ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അവിടെ അവർക്ക് അഡ്വക്കേറ്റുകളായിരുന്നത് ഭൗമീയ അഹരോന്യ പുരോഹിതന്മാരായിരുന്നു, ഗണത്തിൽ വരുന്ന പുരോഹിതന്മാരായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ സ്പിരിച്വൽ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആത്മീയ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് അത് സ്പിരിച്വൽ പ്രീസ്റ്റ്ഹുഡിൽ ആയിരിക്കുന്ന ക്രിസ്തുവാണ് എന്നുള്ളതാണ്. അപ്പം ആ മെൽക്കിസദേക്കിന്റെ ആ ക്രമപ്രകാരം വരുന്ന ക്രിസ്തുവാണ് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ പുരോഹിതൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ന്യൂ കവനന്റിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവും ഈ പൊതുലോകവും ആയുള്ള ആ ഒരു ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ആ ന്യൂ കവനന്റിന്റെ ഉദ്ദേശം. അതിന് മീഡിയേറ്റർ ആയിരിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. തന്റെ രക്തത്താലാണ് താൻ ആ കവനന്റിനെ റാറ്റിഫൈ ചെയ്തത്. പിന്നെ ക്രിസ്തു എന്ന് പറയുന്നത് സഭയും ശിരസും കൂടെ ചേരുന്നതാണ് ആ കവനന്റിന്, പുതിയ കവനന്റിന് ആഡ്വക്കേറ്റുകളായിരിക്കുന്നത്. അപ്പം ഈ വിധ കാര്യങ്ങളിൽ എന്തെങ്കിലും അഡീഷണൽ കോമെന്റുകളുണ്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടോ? അതിനൊരു വേദഭാഗം നമുക്ക് നോക്കാവുന്നത് 1 യോഹന്നാൻ 2:1 ഇവിടെ കാര്യസ്ഥൻ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് എന്നുള്ളതിന് കാര്യസ്ഥൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരക്ലീറ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചാണ് ക്രിസ്തു അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ എന്നുള്ള ഒരു ആശയം അവിടെ കിട്ടും നമുക്ക്. ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റ് ഈ ഒരു വ്യത്യാസം അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് വാക്കാണ് നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഉപയോഗിക്കേണ്ടത്, ഈ വിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടത്, മീഡിയേറ്റർ ആണോ അതോ അഡ്വക്കേറ്റ് ആണോ എന്നുള്ള ആ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനായിട്ടാണ് ഇവിടെ ഈ വിധ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അപ്പം ശരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ തന്നെ മീഡിയേറ്റർ എന്നും അഡ്വക്കേറ്റ് എന്നും നമ്മൾ മിക്സ് ചെയ്ത് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥ അർത്ഥം വെച്ച് മനസ്സിലാക്കുമ്പോൾ ബൈബിളിൽ മീഡിയേറ്റർ എന്ന് പറയുന്നത് കവനന്റുമായിട്ടുള്ള ബന്ധത്തിലാണ് മീഡിയേറ്ററിന്റെ ആ ഒരു ഉപയോഗം വരുന്നത് എന്നതും, പിന്നെ ഈ കവനന്റിന്റെ ഓരോ കവനന്റിന്റെയും കീഴിൽ വരുന്ന മനുഷ്യർക്ക് അഡ്വക്കേറ്റ് ആണ് ശരിക്കും, അഡ്വക്കേറ്റ് ആയിരിക്കുക എന്നുള്ള വേലയാണ് ശരിക്കും ഒരു പുരോഹിതൻ വഹിക്കുന്ന വേല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ആശയങ്ങൾ. വേറെ ഏതെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഇവിടെ വായിച്ചതിൽ നിന്ന് ഞാൻ എല്ലാ പോയിന്റും, ഓരോ പോയിന്റും ഞാൻ കവർ ചെയ്തില്ല, ജസ്റ്റ് മെയിൻ ആയിട്ട് പോയിന്റുകളെ പറഞ്ഞുള്ളൂ. വേറെ ഏതെങ്കിലും വാക്യങ്ങളോ ആശയങ്ങളോ നമുക്ക് ഇവിടെ ചിന്തിക്കാനുണ്ടോ? നമുക്ക് ലേവ്യർ 9:23 ഒന്ന് ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും വായിക്കാമോ?
9:23. മോശയും അഹറോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്നു ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. ഇവിടെ വളരെ കൗതുകമേറിയ ഒരു വസ്തുത നമ്മൾ കാണുന്നുണ്ട്. ഈ അഹ്റോൻ പ്രീസ്റ്റ് ആയിരിക്കുമ്പോ ഇവര് ഈ അറ്റോൺമെന്റ് ഡേ സാക്രിഫൈസ് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും മോശയും അഹ്റോണും ഒരുമിച്ച് ഈ ടാബർനാക്കിളിനകത്ത് കയറിയിട്ട് തിരികെ വന്ന് ജനത്തെ ബ്ലസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സഹോദരൻ പറഞ്ഞതുപോലെ അഹ്റോന്റെ സ്ഥാനം ആ സമയത്ത് പുരോഹിതനാണ്, എന്നാൽ മോശയുടെ സ്ഥാനം ആ സമയത്ത് മീഡിയേറ്റർ ആയിട്ടാണ്. ഒന്ന് പറഞ്ഞേ ഉള്ളൂ. Thank you. വേറെ ഏതെങ്കിലും comments? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കവണന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇത് രണ്ട് സ്വഭാവത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്ന് ഏകപക്ഷീയമാണ്, ഒന്ന് ദ്വിപക്ഷീയമാണ്. അല്ലെ ഒന്ന് ബൈലാറ്ററൽ അല്ലെങ്കിൽ യൂണിലാറ്ററൽ. ഒരാശയം കൂടി മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനാണ്, മീഡിയേറ്റർ ആണെന്ന് പറയുന്നത് അതൊരു വിശാലമായ അർത്ഥത്തിലാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മളിവിടെ പറയുന്നത് ഒരു ഒരു സങ്കുചിതമായ അർത്ഥത്തിലാണ് നമ്മൾ ഇപ്പം മീഡിയേറ്റർ എന്നുള്ള വാക്ക് പറഞ്ഞത്. പക്ഷെ അതിന് വിശാലമായ ഒരു അർത്ഥമുണ്ട്. ആ നിലയില് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ കാണുക. നമ്മൾ ആദ്യമേ പറഞ്ഞ പോയിന്റിനെ കുറിച്ച് കവനന്റ് തീർച്ചയായിട്ടും യൂണിലാറ്ററൽ ഉണ്ട്, അതുപോലെ തന്നെ ബൈലാറ്ററൽ ഉണ്ട്. അതിൽ അബ്രഹാമിക് കവനന്റ് ആ തരത്തിലുള്ള ഒരു യൂണിലാറ്ററൽ ആയിരിക്കുന്ന കവനന്റ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇവിടെ അവസാനം പറഞ്ഞ കാര്യം നമ്മൾ ഇവിടെ ചിന്തിച്ച ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഇവിടെ മനുഷ്യർക്കും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ക്രിസ്തു ഒരുവനേ ഉള്ളൂ എന്ന് പറഞ്ഞ വാക്യം 1 തിമോത്തി 2:5 നമ്മൾ അവിടെ കാണുന്നത് ഈ മോശ എങ്ങനെയാണോ മീഡിയേറ്റർ ആയിരുന്നത് ആ ഒരു അർത്ഥമാണ്, അതേ ഗ്രീക്ക് വേർഡ് ആണ് അവിടെയും ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം ക്രിസ്തു തീർച്ചയായിട്ടും ഈ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ മീഡിയേറ്റർ ആയിരിക്കുന്നത് ഈ ഒരു ലോ കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ലോ കവനന്റ് അല്ല, ന്യൂ കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നമ്മൾ ഗോസ്പൽ ഏജിലുള്ള ചർച്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തു നമുക്ക് തീർച്ചയായിട്ടും ഒരു മീഡിയേറ്റർ അല്ല, പക്ഷെ നമുക്ക് ആഡ്വക്കേറ്റ് ആണ്. നമ്മൾ ഗോസ്പൽ ഏജിലുള്ളവർക്ക് എന്തെന്ന് വെച്ചാൽ ദൈവമാണ് അബ്രഹാമിക് കവനന്റിന്റെ മീഡിയേറ്റർ, ക്രിസ്തു അതിന് ആഡ്വക്കേറ്റ് ആണ്. പക്ഷെ ഈ പൊതുലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തുവാണ് ആ ഒരു പുതിയ ഉടമ്പടിയുടെ മീഡിയേറ്റർ എന്നുള്ള കാര്യമാണ് അതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. വേറെ ഏതെങ്കിലും കമന്റ്സ്, ക്വസ്റ്റ്യൻസ്? ദൈവത്തിങ്കലേക്ക് നമുക്ക് ആദ്യമായിട്ട് വരാൻ ക്രിസ്തു ഒരു മീഡിയേറ്റർ ആയിരുന്നു. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മക്കളെന്നുള്ള പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം, നീതീകരണം ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് മാറുന്നത്. നമുക്ക് ആരംഭത്തിൽ അവനൊരു മീഡിയേറ്റർ ആയിരുന്നു.
സോറി, Go ahead. അപ്പൊ ആൻഡിച്ചൻ, അപ്പൊ അങ്ങനെ ആകുമ്പോഴേ ഈ ന്യൂ കവനന്റിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞാല് ഈ ലോകത്തിലുള്ളവരെ, ലോകത്തിന്റെ മീഡിയേറ്റർ ആയിട്ടാണല്ലോ ക്രിസ്തു വരുന്നത്. അപ്പം ആ സമയത്ത് ദൈവത്തെ സ്വീകരിച്ച് അനുസരിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തു അഡ്വക്കേറ്റ് ആയിരിക്കോ അതോ മീഡിയേറ്റർ ആയിരിക്കോ? കാരണം ഓൾറെഡി അവർ ദൈവത്തെ സ്വീകരിച്ച സ്ഥിതിക്ക് അവിടെ മീഡിയേറ്റർ തന്നെയാണ്. അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഇന്നിപ്പം നമുക്ക് അഡ്വക്കേറ്റിന്റെ ആവശ്യമുണ്ട്, അന്ന് അഡ്വക്കേറ്റിന്റെ ആവശ്യം ഇല്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇന്ന് നമുക്ക് വേണ്ടി, കാരണം നമ്മൾ ഇന്ന് നമുക്ക് അങ്ങേയറ്റം നമ്മുടെ ജഡത്തിലാണ്, ജഡത്തിന്റെ ബലഹീനതകളുണ്ട്, ദിവസവും നമ്മൾ തെറ്റിപ്പോകുന്നവരാണ്, പാപം ചെയ്യുന്നവരാണ്. ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും അഡ്വക്കേറ്റിന്റെ ആവശ്യമുള്ളത്. ലോകത്തെ സംബന്ധിച്ച് ലോകം അന്ന് വളരെ അവർക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലായിരിക്കും. ആ കാലഘട്ടത്തില് അവർക്ക് ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിനേക്കാൾ ഏറെ ഒരു മീഡിയേറ്റർ ആയിരിക്കുന്നതാണ് ഏറ്റവും യോജിക്കുന്ന ഒരു കാര്യം. അതെ, കാരണം ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ദൈവസന്നിധിയിൽ യേശു നിർത്തുകയാണ്. നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ട് താനും. എന്നാൽ ലോകത്തിന് അങ്ങനെ ആ ഒരു ഡയറക്റ്റ് ബന്ധം അന്നില്ല. അന്ന് ക്രിസ്തുവിന്റെ കൈകളിലാണ് അവരെ ലോകത്തിനെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഏൽപ്പിക്കാറായിട്ടില്ല. അതേസമയം നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ടുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വക്കേറ്റിന്റെ ആവശ്യമുണ്ട്. ശരിയാണോ? നമുക്ക് ഓൾസോ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ച് നമ്മൾ പുതിയ സൃഷ്ടികളായിരിക്കുക. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. ഈ അതായത് ദൈവരാജ്യത്തിലെ എല്ലാവരും നീതി പഠിച്ച ശേഷം പിന്നെ അവരെ സംബന്ധിച്ചുള്ള അവര് പൂർണ്ണതയിലേക്ക് വന്നവരല്ലേ? പൂർണ്ണതയിലേക്ക് വന്നവർക്ക് നമുക്കറിയാം, നമ്മളെ എന്തുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് മീഡിയേറ്റർ ആയിരുന്നത്? ദൈവം വിശുദ്ധനും നമ്മൾ അശുദ്ധരും ആയതുകൊണ്ടാണ്. അപ്പൊ അവിടെ ദൈവമായിട്ട് നിരപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥനെ ദൈവം അയച്ചു. ഇനി വരും രാജ്യത്തിലെ അവിടെ നമ്മൾ പൂർണ്ണതയിലേക്ക് വരുമ്പോ പിന്നെ എന്തിനാണ് അവിടെ ഒരു മധ്യസ്ഥന്റെ ആവശ്യം? പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥനെ. അവിടെ നമുക്കല്ല, പൊതുലോകത്തിന്റെ കാര്യം. അതെ, പൊതുലോകത്തിന്റെ നമ്മുടെ കാര്യമല്ല, പൊതുലോകത്തിന്റെ കാര്യം. ആ ഒരവസ്ഥയിലേക്ക് വരുന്നവര്, അവര് പൂർണ്ണതയിലേക്ക് വന്നവരെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ? സഹസ്രാബ്ദത്തില് അവര് പൂർണ്ണതയിലേക്ക് അവരെ കൊണ്ടുവരിക, ആ രീതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനാണ് ഈ മധ്യസ്ഥ വാഴ്ച. അവര് ശരിക്കും ഈ പാവമില്ലാത്തൊരു പ്രകൃതിയും വന്നെന്ന് മാത്രമേ ഉള്ളൂ. അവര് ക്രിസ്താനുരൂപമായിരിക്കുന്ന ആ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ആ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അത് 1000 വർഷം കൊണ്ടേ എത്തത്തുള്ളൂ. അല്ല, 1000 വർഷം കൊണ്ടല്ല, പൂർണ്ണതയിലേക്ക് എത്തിയവർക്ക് പിന്നെ മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ? ആര് പൂർണ്ണതയിലെത്തിയവര്? പൊതുലോക രാജ്യത്തിലെ പുനരുത്ഥാനത്തിൽ വരുന്ന ആൾക്കാര് അവര് നീതി പഠിച്ച് അവര് പൂർണ്ണതയിലേക്ക് എത്തിയവരെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ അഡ്വക്കേറ്റിന്റെ ആവശ്യമില്ലല്ലോ. 1000 വർഷം കൊണ്ടാണ് അത് അവരുടെ ടെസ്റ്റ് നടക്കുന്നത്. അന്നേ അത് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. പൂർണ്ണത എത്തിക്കഴിഞ്ഞ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രണ്ടാം ഭരണമേ ഉള്ളൂ. അവിടെ അഡ്വക്കേറ്റ് അല്ല. അവിടെ ഇപ്പോഴാ അഡ്വക്കേറ്റിന്റെ ആവശ്യം. 1000 വർഷത്തിന് മുമ്പ് നമുക്കറിയത്തില്ല ആരാ പൂർണ്ണതയിൽ എത്തുന്നതെന്ന്, അവന് പൂർണ്ണതയിൽ എത്തിയവരുണ്ടോന്ന്. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് 1000 വർഷത്തിന്റെ അന്ത്യത്തിലെ അത് പ്രഖ്യാപിക്കത്തുള്ളൂ, ആ ടെസ്റ്റിന് ശേഷം. അതുവരെയുള്ള അവരുടെ സമയം അതിനുവേണ്ടിയുള്ള എല്ലാവർക്കും.
ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ റേസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഓട്ടം എന്ന് പറയുന്നത് അത് പല റേഞ്ചിലാണ്. അത് ചിലർക്ക് ഇപ്പം 100 മീറ്ററും 1000 മീറ്ററും 2000 മീറ്റർ അങ്ങനെ പല 50 മീറ്റർ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഓട്ടം. അത് ഒരേ മീറ്ററിലല്ല എല്ലാവരും ഓടുന്നത്. പക്ഷെ അവിടെ എല്ലാവർക്കും ഫിനിഷിംഗ് പോയിന്റ് ഒരിടത്ത് തന്നെയാണ്, 1000ന്റെ അവസാനം. അപ്പൊ അതുവരെ അവർക്ക് ആവശ്യമുണ്ട്, അവരെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം ദൈവവുമായിട്ട്. ആയിരം എന്ന് പറയുന്നത് 1874 ശേഷം വരുന്ന 1000 വർഷക്കാലത്തെ കാഴ്ചയാണോ പറയുന്നത് ബ്രദറെ? അതിപ്പം ഈ ഇയർ കണക്കിന് പറഞ്ഞാൽ നല്ലതായിട്ട് എനിക്കറിയത്തില്ല. എനിക്ക് ആ ഒരു കണക്ക് വെച്ച് പറയാൻ അറിയത്തില്ല. പിന്നെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയാവുന്നില്ല. നല്ല ചോദ്യമാണ് ആൻഡിച്ച. എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനൊരു ഇതിൽ എനിക്ക് തോന്നുന്നത് സഭയുടെ പൂർത്തീകരണത്തിന് ശേഷം ഉള്ള 1000 വർഷമായിരിക്കാം ചിലപ്പോ. എനിക്ക് തോന്നുന്നു, അറിയത്തില്ല കറക്റ്റ്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ദൈവത്തിനറിയാം. നമ്മൾ 6000 വർഷം കഴിഞ്ഞെന്ന കാഴ്ചപ്പാടാണ് ഉള്ളത്. അതുപോലെ തന്നെ 2 വിധത്തിലുള്ള ബൈബിൾ സ്റ്റുഡൻസിന്റെ ഇടയിൽ 2 വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് 1000 വർഷത്തെ സംബന്ധിച്ച്. പക്ഷെ ഏകദേശം എല്ലാവരും 6000 വർഷം കഴിഞ്ഞെന്ന കാഴ്ചപ്പാടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. 1874 ശേഷമുള്ള 1000 വർഷം, അതിപ്പം 1000 വർഷം എന്ന് പറയുന്നത് മുഴുവനും 1000 വർഷം കിട്ടണം എന്ന് ആവശ്യമില്ല. ഇപ്പൊ ഒരു ദിവസം, ആ ദിവസത്തിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പം അത് നമുക്കറിയാം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉള്ള 1000 വർഷത്തിന്റെ 969 വർഷമാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചത്. അതിനകത്താണ് എല്ലാവരും മരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ 1000 വർഷമാകുന്ന ആ ഒരു പീരീഡിൽ അവർക്കുണ്ട്. അത് ചിലപ്പം കംപ്ലീറ്റ്ലി 1000 വർഷം എല്ലാവർക്കും കിട്ടണമെന്നില്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആകണമെന്നില്ല, അത് അത്രയും. പക്ഷെ അതാണ് അതിന്റെ കണക്ക്. അപ്പൊ 1874 തുടങ്ങിയാലും അത് കുഴപ്പമില്ല. സോ ഈ 1874 ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ആ ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോഴും സഭയുടെ തെരഞ്ഞെടുപ്പ് അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാകുകയല്ല. എന്നാൽ ലോകത്തിന്റെ ന്യായവിധി സഭയുടെ തെരഞ്ഞെടുപ്പോടെ കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. ശിരസും ശരീരവും ചേർന്നവരാണ് ലോകത്തിന്റെ പ്രീസ്റ്റ്ഹുഡായിട്ട് മാറുന്നത്. അപ്പൊ ലോകത്തിലുള്ളവരുടെ പുനരുത്ഥാനത്തിന് ശേഷം മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. ഈ നമ്മൾ ചാർട്ട് പഠിക്കുമ്പോൾ ഓവർലാപ്പ് ഉണ്ടല്ലോ, അങ്ങോട്ട് ഈ സുവിശേഷ യുഗത്തിനും പുതിയ സഹസ്രാബ്ദ യുഗത്തിനുമായിട്ടൊരു ഓവർലാപ്പ് ഉണ്ട്. അപ്പൊ ആ ഓവർലാപ്പിനകത്ത് വരുന്ന കണക്കിൽ അത് അവിടുത്തെ ഈ മില്ലിയനത്തിന്റെ കണക്കിലേക്ക് അത് പോവും. പക്ഷെ അത് പ്രായോഗികമായിട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ സഭയുടെ കാലം പൂർത്തീകരിച്ചതിന് ശേഷമേ അത് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. പക്ഷെ കണക്കിനനുസരിച്ച് വേണമെങ്കിൽ അവിടെ തൊട്ട് കണക്ക് കൂട്ടാം. അവിടെ വേറൊരു മടയാളവും കർത്താവ് പറയുന്നത് മത്തായി 23:39 പറയുന്ന കണക്ക് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഞങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ ഇസ്രായേലിനോട് അങ്ങനെയാ പറഞ്ഞത്. അതും ഒരു അടയാളമാണ്. കാരണം ഇസ്രായേൽ മുഖാന്തരമാണല്ലോ ന്യായവിധിയുടെ ഒരു ഭാഗം. ന്യായവിധിയുടെ ഒരു അതോറിറ്റേറ്റീവ് പവർ ജെറുസലേമാണല്ലോ. ഈ ദിവസക്കണക്ക് പറയുമ്പോ എപ്പോഴും 24 hour മുഴുവൻ വരണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പം
ഞായറാഴ്ച മീറ്റിംഗ് കൂടുന്നു അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ മീറ്റിംഗ് കൂടുന്നു പറഞ്ഞാൽ 24 hour ഇല്ല, അത് പീരീഡ് ഓഫ് ടൈമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ 1000 വർഷം എന്ന് പറയുന്നത് അത് മുഴുവനും പൊതുലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു 1000 ഇയറും ഉണ്ടാകണം നിർബന്ധമില്ല. പക്ഷെ ആ 1000 ഇയർ അവർക്ക് വേണ്ടി ഉള്ളതാണ്. അതിന്റെ പീരീഡ് ഓഫ് ടൈം മാത്രം മതിയായിരിക്കും അവർക്ക്. നമുക്ക് ആ ഒരു ഡിസ്കഷൻ വേറൊരു സമയത്തേക്ക് ഇനിയും ബാക്കിയുള്ളത് മാറ്റിവെക്കാം. അവസാനമായിട്ട് ഒരു കാര്യം ഇന്നത്തെ ലെസനുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്, നമ്മൾ വാക്യത്തിൽ മനസ്സിലാക്കുന്നത് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം രാജകീയ പുരോഹിത വർഗത്തിലാണ് അംഗങ്ങളായി തീരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പം ഒരു പുരോഹിതന്റെ വേല എന്ന് പറയുന്നത് അവിടെ അടങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊതുലോകവുമായി ബന്ധപ്പെടുത്തി അവരുടെ റെസ്റ്റിറ്റ്യൂഷൻ വേലയിൽ ഒരു രാജകീയ പുരോഹിത വർഗമായാണ് നമ്മൾ ആയിത്തീരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെടുത്തിയുള്ള ആ ഒരു റോൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തരും ചിന്തിച്ച് പഠിച്ചിട്ട് വരിക. അടുത്ത പ്രാവശ്യം ആ ഒരു ഡിസ്കഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം.